to our 6th class. Okay, so in the last classes we have seen about the importance, functions, concepts, everything, but in every class we would have some common concepts, some common points regarding recruitment, planning, selection, job description, job designing, the overall planning of the organization. These are the common points. Okay, HRMന്റെ ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഹെഡിങ്ങിലേക്ക് പോയാലും അവിടെ നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ഹെഡിങ്ങിലും എഴുതാവുന്ന കുറേ പോയിന്റുകൾ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാരണം HRM പഠിക്കുമ്പോൾ നമുക്കൊരു ഈസി റിമെമ്പറൻസിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ളത് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്ത് വയ്ക്കുക, അതൊന്ന് സർക്കിൾ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഇൻറ്റു മാർക്കറ്റേക്ക് ഇതെല്ലാത്തിലും കോമൺ ആയിരിക്കും. ദാറ്റ് ഈസ് പ്ലാനിങ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, വർക്ക് ഡിസ്ക്രിപ്ഷൻ, ജോബ് ഡിസൈനിങ് എന്ന് പറയുന്നത്, അതേപോലെ പോളിസി ഫോർമേഷൻ, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. Okay, so in today's class we are going to discuss about evolution of HRM. എങ്ങനെയാണ് ഈ ഒരു HRMൻ്റെ ബിഗിനിങ് തൊട്ടുള്ള കാര്യങ്ങൾ till now. ഞാനൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, HRM എന്ന് പറയുന്നത് when we were studying, ഞങ്ങൾ MCOM ചെയ്യുന്ന സമയത്ത്, ദാറ്റ് ഈസ് 99-2000. ഓക്കെ, നമ്മുടെ ഇതിനെ HRMന് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സബ്ജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെൻറ്റ്. ദാറ്റ് ഈസ് മാനേജിങ് ദ പേഴ്സണൽസ് ഇൻ ദി ഓർഗനൈസേഷൻ. ഹൗ ഡു വി ഡു ദാറ്റ് എന്നുള്ളതാണ്, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ HRMൽ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിനേക്കാളും മുമ്പ് it was in earlier known as personal management, but both deals with the same case, human. രണ്ടോടത്തും നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് ആരായിട്ടാണ്? ഹ്യൂമൻ ആയിട്ടാണ്. ഓക്കെ, സോ മെയിനായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം, ദാറ്റ് ഈസ് ആഫ്റ്റർ 18th century ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദാറ്റ് ഈസ് ഇൻഡസ്ട്രീസ് വരാൻ തുടങ്ങിയതും നമ്പർ ഓഫ് പീപ്പിളിനെ നമ്മൾ ദി ഓർഗനൈസേഷൻ ഹയർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. സോ ആദ്യകാലത്തൊക്കെ ഇതിൻ്റെ ബിഗിനിങ്ങിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ there were many people, അല്ലെങ്കിൽ ലേബർ സപ്ലൈ എന്ന് പറയുന്നത് കൂടുതലായിരുന്നു. ഓക്കെ, നമുക്കൊരു പർട്ടിക്കുലർ ജോബിന് 10 അല്ല, നമുക്ക് 15 പേരിന് നമുക്ക് അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് മോർ ദാൻ എനഫ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ടാകും ദാറ്റ് ഈസ് നോ ഇമ്പോർട്ടൻസ് വാസ് ഗിവൻ ടു ദ ലേബർ ബിക്കോസ് ലേബർ സപ്ലൈ വാസ് മോർ ദാൻ ദി ഡിമാൻഡ്. ഡിമാൻഡിനേക്കാളും കൂടുതലായിട്ടാണ് ലേബർ സപ്ലൈ ആയിട്ട് നിൽക്കുന്നത്. കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻസും ഒരു ദയും ആരോടുണ്ടായിരുന്നില്ല? ലേബറിൻ്റെ അടുത്ത്, ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഒരു ഓർഗനൈസേഷനും. ദേ വർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു സം അതർ തിങ്സ് റേദർ ദാൻ ദി ഹ്യൂമൻ റിസോഴ്സസ് വിച്ച് ഈസ് അബൻഡൻറ്റ് ഇൻ സപ്ലൈ. നമുക്കൊരു സാധനം എവിടെയാണോ കിട്ടാണ്ട് വരുന്നത് അപ്പോഴാണ് അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ആ സാധനത്തിന് നമ്മൾ വില കാണുന്നത്. ഒരു മനുഷ്യ ജീവൻ നമ്മുടെ ഇടയിൽ നിന്ന് ഇല്ലാണ്ടാവുമ്പോഴാണ് ആ മനുഷ്യൻ ഉണ്ടായിരുന്നതിൻ്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ ആ ആളുണ്ടായിരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു അധികപ്പറ്റായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. So when we miss anything, at that time only we realize the importance of that person. So that is what has happened here എന്നുള്ളതാണ്. So after the 18th century ഈ റെവല്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ സപ്ലൈ വാസ് മോർ. So
much more importance is given to them എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കമോഡിറ്റി കോൺസെപ്റ്റ്. നമുക്കൊരു 5 കോൺസെപ്റ്റാണ് നമുക്കിതിൽ വരുന്നത്. ഫസ്റ്റ് തിങ് ഇസ് കമോഡിറ്റി കോൺസെപ്റ്റ്. വാട്ട് യു മീൻ ബൈ കമോഡിറ്റി? കമോഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് പ്രോഡക്റ്റ് അല്ലേ? ഈ പ്രോഡക്റ്റിൻ്റെ വാല്യൂ ആണ് ഏതിനുണ്ടായിരുന്നത്? ഹ്യൂമൻ റിസോഴ്സിനുണ്ടായിരുന്നത്. ഇന്ന് ഹ്യൂമൻ എന്ന് പറയുന്നത് ദ മോസ്റ്റ് വാല്യബിൾ അസറ്റ് ഇൻ ദി ഓർഗനൈസേഷൻ. അങ്ങനെയാണ് ഇന്ന് ഹ്യൂമൻ റിസോഴ്സിനെ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ബിഫോർ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർക്കൊരു സാധനത്തിൻ്റെ വില മാത്രമേ നമ്മൾ കൊടുത്തേർന്നുള്ളൂ, ഒരു ഓർഗനൈസേഷൻ ബിക്കോസ് എപ്പോൾ ചോദിച്ചാലും നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അത് കാരണം 4 പോയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അന്നത്തെ മാനേജ്മെൻറ്റിനെ ഉണ്ടായിരുന്നത്. ഹ്യൂമൻ റിസോഴ്സിനോട് ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് അങ്ങനെയായിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് വർക്കേഴ്സ് വർ ബോട്ട് ആൻഡ് സോൾഡ്. നമ്മൾ സാധനങ്ങൾ മേടിക്കുന്ന പോലെ നമ്മൾ മേടിക്കും ചെയ്യാറുണ്ട്. ഏജൻസീസ് ഈ വർക്കേഴ്സിന് വിൽക്കാറുമുണ്ട്. പല ജോലികൾക്കും വേണ്ടിയിട്ട് നമ്മൾ വിൽക്കാറുണ്ട് വർക്കേഴ്സിന്. സാധനങ്ങൾ വിൽക്കുന്ന പോലെയാണ് അന്നത്തെ കാലത്ത് വിറ്റേർന്നത്. ഓക്കെ, സെക്കൻഡ് തിങ് ഇസ് വേജസ് ആർ പെയ്ഡ് അക്കോർഡിംഗ് ടു ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ. ഇപ്പം നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ നമുക്ക് തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യാണ്? വി ആർ ഗിവിങ് എ വെരി വെരി ലോ വേജസ്. കാരണം ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടാനുണ്ട്, വേണമെങ്കിൽ നിന്നാൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവിടെ വരുന്നത്. നേരെ മറിച്ച് അതിനുള്ള ആൾക്കാർ കുറവാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ വിൽ get ready themselves to pay higher for that person, what that person demand. അതിനനുസരിച്ച് കൊടുക്കാനായിട്ട് എപ്പോഴും മാനേജ്മെൻറ്റ് തയ്യാറാവും. പക്ഷേ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വർക്കർ സപ്ലൈ എന്ന് പറയുന്നത് ഹയറായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ബോൾ ഇസ് ഇൻ ദ കോർട്ട് ഓഫ് ദി മാനേജ്മെൻറ്റ്. അപ്പോൾ അവർക്ക് തീരുമാനിക്കാം എന്ത് കൊടുക്കണം, അവരുടെ വർക്കേഴ്സിന് എന്ത് കൊടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യാം. നേരെ മറിച്ച് ഇപ്പോഴൊക്കെ പല ഓർഗനൈസേഷനിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കേഴ്സിൻ്റെ കോർട്ടിലാണ് ബോൾ. സോ ദ വർക്കേഴ്സ് ക്യാൻ ഡിമാൻഡ് ഹൗ മച്ച് ദി ഓർഗനൈസേഷൻ ഹാവ് ടു പേ ടു ദം എന്നുള്ളത്. ഓക്കെ, സോ ദിസ് വാസ് ദി കോൺസെപ്റ്റ് ഡെവലപ്ഡ് ആഫ്റ്റർ ദി 18th century. That is, mainly the human labor is considered as the commodity of the organization. It can be bought and sold. So according to the number of labor supply, the wages are fixed in Alladan. Okay, and then the very important point is no interest is shown towards the workers' welfare. ഒരു തരത്തിലും വർക്കേഴ്സിൻ്റെ വെൽഫെയർ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കൺസിഡറേഷനും ഓർഗനൈസേഷൻസ് മാനേജ്മെൻറ്റ് കൊടുത്തിട്ടില്ല. വൈ ഇറ്റ് ഈസ് സോ എന്നുള്ളതാണ്. എന്തിനാണ് മാനേജ്മെൻറ്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്? ബിക്കോസ് labor supply is more. If the person who is not satisfied to work in that particular organization, he can leave the organization. No one is compelling to him. Okay, അവിടെ വർക്കേഴ്സിന് ഇത്ര ഫെസിലിറ്റി കൊടുക്കണം, വർക്കേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം, അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വർക്കേഴ്സ് എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു എ പ്രോഡക്റ്റ്. ദാറ്റ്സ് ഓൾ. ഒരു സാധനം. നോ ഹ്യൂമൻ കൺസിഡറേഷൻ ഇസ് ഗിവൻ ടു ദം ആൻഡ് നോ മോർ ഫെസിലിറ്റീസ് ഇസ് പ്രൊവൈഡഡ് ഫോർ ദി വർക്കിംഗ് കണ്ടീഷൻസ് ഓഫ് ദി പീപ്പിൾ, ഓഫ് ദി ഹ്യൂമൻ റിസോഴ്സ് ഇൻ ദി ഓർഗനൈസേഷൻ.
സാറ്റിസ്ഫൈയും ചെയ്യുന്നില്ല, നല്ലൊരു പേയ്മെൻറ്റോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സിനെ ഒരു ബെറ്റർ കണ്ടീഷൻസിലേക്ക് എത്തിക്കുക. No such a type of concept was developed in which commodity concept. Okay, in the second one, production concept. Here we will see how the human resources were considered in the organization. Okay, labor considered as factor of production. Labor was considered as a factor of production. That is, in an organization, if any production has to be done, there should be human resource. So those people working under production department are considered as labor, considered as factor of production. Okay, no special consideration for labor was given. അതായത് സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേബർ വേണം, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ അത്രേ അവിടെ വരുന്നുള്ളൂ. അതല്ലാതെ അവരെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതോ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കണം എന്നുള്ളതോ ഗുഡ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതോ നത്തിങ് വാസ് കൺസിഡേർഡ്. Human labor was considered as production of, that is factors of production. Factors of productionil oru factor aarana? Human labor, that's all, not beyond that ennulladana. Okay, and now we'll see what has become in the third concept. Third concept is welfare concept. അപ്പോൾ ആദ്യത്തെ കോൺസെപ്റ്റിൽ എന്താണ് മാനേജ്മെൻറ്റിൻ്റെ വ്യൂ എന്താണ്? ഹ്യൂമൻ ലേബർ എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റിയാണ്, ഒരു സാധനമാണ്, ഒരു പ്രോഡക്റ്റാണ്, ദാറ്റ്സ് ഓൾ. സെക്കൻഡ് തിങ് ആയപ്പോൾ രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പ്രൊഡക്ഷൻ കോൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ എന്തായി? ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ലേബർ മാത്രമേ സംഭവിക്കുള്ളൂ എന്നുള്ളത്. And in the third concept, welfare concept, responsibility of management was to provide better working conditions. അതായത് human resource are considered as wealth of the organization. അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് മാറ്റം വന്നു കഴിഞ്ഞു. Human resource are the most valuable assets in the organization. സോ ആ അസറ്റ്സിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതായിരുന്നു മൂന്നാമത്തെ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ, ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ടു പ്രൊവൈഡ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് ഫോർ ദി ഹ്യൂമൻ റിസോഴ്സസ്, അതർവൈസ് ദേ വിൽ ലീവ് ദി ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരം അവിടെ വരാനായിട്ട് തുടങ്ങി. ദാറ്റ് ഈസ് പതുക്കെ പതുക്കെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് ഈച്ച് ആൻഡ് എവറി ഓർഗനൈസേഷൻ, അവരെ മാനേജ്മെൻറ്റ് അവർ ചിന്തിക്കാൻ തുടങ്ങി. ഹ്യൂമൻ റിസോഴ്സസ് ആർ കൺസിഡേർഡ് ആസ് ദി വാല്യുബിൾ അസറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. So it is the duty and responsibility of the management to provide them with the better working conditions to make them withstand in the organization. അവരുടെ സ്ഥാപനത്തിൽ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി ചെയ്യാനുള്ള അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്, സേഫ്റ്റി ആൻഡ് മെഷേഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അവർക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യണം. വന്ന് അവർ ജോലി ചെയ്യുമ്പോൾ അവർ അപകടകരമായിട്ടുള്ള പല ജോലികളും പല ഓർഗനൈസേഷനിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ സേഫ്റ്റി മെഷേഴ്സിനുള്ള കാര്യങ്ങളും ഓർഗനൈസേഷൻ ചെയ്തു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വർക്കേഴ്സിന് എന്താണ് ഒരു ഫീലിംഗ് വരാം? ദ മാനേജ്മെൻറ്റ് ഇസ് ടേക്കിംഗ് കെയർ ഓഫ് ദി വർക്കേഴ്സ് ഓർ ദി എംപ്ലോയീസ്. ഒരു കൺസിഡറേഷൻ വന്നു കഴിഞ്ഞാൽ that will be a motivation for them.
better working conditions ഉണ്ടെന്നുണ്ടെങ്കിൽ that will be a motivation to them to retain in the organization എന്നുള്ളതാണ്. Okay, satisfaction of labor was considered higher. ആദ്യത്തെ കോൺസെപ്റ്റ് എന്തായിരുന്നു? Whether the human resources satisfied or not, if they want to work in the organization they can, or else they can leave the organization. That was the concept initially developed, alle? And now ipo endai neram ultiyai marinju. Human resources are considered as the most valuable things. So the satisfaction of the human labor was considered. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഉറപ്പ് വരുത്തുക. മാനേജ്മെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ഉറപ്പ് വരുത്തുക. ഇതേപോലത്തെ ജോലിക്ക് അവർ മറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ പേയ്മെൻറ്റ്, ബെറ്റർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എന്നാലാണ് ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് തേടി പോകാതിരിക്കുക. ഇസ് ദാറ്റ് ക്ലിയർ? സോ വെൽഫെയർ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാം. അവിടെ ഏറ്റവും കൂടുതൽ വാല്യൂ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനാണ്. ദേ ആർ കൺസിഡേർഡ് ആസ് ദി അംബാസിഡേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അവരാണ് അവരുടെ അഡ്വർടൈസ്മെൻറ്റ്, അവിടുത്തെ എംപ്ലോയീസാണ് അവരുടെ എല്ലാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ automatically each and every employee will contribute more to the organization. Okay, and now we'll see the fourth concept about industrial relation concept. We have heard a lot of times about the word industrial relations. Industrial relations എന്ന് പറയുമ്പോൾ ആരാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ട്രേഡ് യൂണിയൻസ് അല്ലേ? നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യമാണ് ട്രേഡ് യൂണിയൻസ്. യൂണിയൻ എന്തിനുള്ളതാണ്? ടു യുണൈറ്റ്, ടു ഗെറ്റ് യുണൈറ്റഡ്. നമുക്കൊരു കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യുണൈറ്റ് ഈച്ച് ആൻഡ് എവറി ഹാൻഡ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. നമ്മുടെ കൂട്ടായ്മയാണ് എപ്പോഴും യൂണിയൻ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഒരിക്കലും അത് ഓർഗനൈസേഷനെയോ ഹ്യൂമൻ ലേബറിനെയോ മുതലെടുക്കാനുള്ളതാവരുത്. അവർക്ക് ന്യായമായിട്ടുള്ള റൈറ്റ്സ് നേടിക്കൊടുക്കാവുന്നതാണ്. അതല്ലാതെ ഓർഗനൈസേഷൻ ദറ്റ് ഈസ് മാനേജ്മെൻറ്റിനെയോ ഹ്യൂമൻ ലേബറിനെയോ മുറിവുപെടുത്താനോ അതല്ലാന്നുണ്ടെങ്കിൽ അവരിനെ മുതലെടുക്കാനോ പാടുള്ളതല്ല എന്നുള്ളതാണ് ആ കോൺസെപ്റ്റിൽ നമുക്ക് വരുന്നത്. സോ ഇവിടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ കോൺസെപ്റ്റിൽ വരുന്നത് അവരെന്തൊക്കെയാണ് അവർ ഡെവലപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ ഓർഗനൈസേഷൻസ് അഡോപ്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മോട്ടിവേഷൻ, എങ്ങനെയാണ് നമ്മൾ അവിടുത്തെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? വർക്ക് ചെയ്യാനായാലും അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആൻഡ് കൺസിഡറേഷൻ വി ആർ ഗിവിങ് ടു ദെം എന്നുള്ളതാണ്. And second thing is, in every organization it's sure it is a team work. അല്ലേ? ഒരു സിംഗിൾ പേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ എവിടെ എത്തില്ല. അയാളുടെ ചിന്താഗതിക്ക് അനുസരിച്ച് ചലിക്കുന്നവരായിരിക്കണം അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് പറയുന്ന വ്യക്തികൾ, അല്ലേ? അപ്പോൾ എന്തായാലും ഇറ്റ് ഈസ് എ ടീം വർക്ക്. ആ ഒരു ടീം വർക്ക്, ടീം സ്പിരിറ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ബിൽഡ് ദ ടീം വർക്ക്. റെക്കഗ്നേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ്. ഇവിടെ ട്രേഡ് യൂണിയനുകൾ പാടില്ല, നെവർ. റെക്കഗ്നൈസ് ദം. എന്നിട്ട് അവരിനെയും നമ്മുടെ ചേർത്ത് പിടിക്കുക. ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക, അന്യായമായിട്ടുള്ളതല്ല. അപ്പോൾ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് വരുന്ന സമയത്ത്, എന്തെങ്കിലും സപ്പോർട്ടിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ട്രേഡ് യൂണിയൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. If there are conflicts in the organization between the employer and the employee, അവിടെയും ഇടപെടാവുന്നതാണ്. നല്ല രീതിയിൽ അത് ഒത്തുതീർപ്പാക്കാവുന്നതാണ്. അതിനൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോൺഫ്ലിക്ട്സിൻ്റെ സമയത്ത്. And then if the employee has the grievance in any kind of ഏതെങ്കിലും രീതിയിലൊരു ഗ്രീവൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ in every organization there should be a grievance redressal cell.
കാരണം നമ്മുടെ വിഷമങ്ങൾ പോയിട്ട് പറയാനുള്ളൊരു സ്ഥലം അതാണ്. നമ്മുടെ കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു സ്ഥലം അവിടെയാണ്. അവിടെ നിന്നാണ് നമുക്ക് നീതി ലഭിക്കേണ്ടത്. കാരണം നമ്മൾ കൊടുക്കുന്ന കംപ്ലയിൻറ്റ്സ് അവർ ഹിയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനൊരു സെൽ രൂപീകരിക്കുന്നതിൻ്റെ പർപ്പസ് അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ somebody is there to hear our regrets, somebody is there to hear our complaints എന്നുള്ളൊരു ഫീലിംഗ് വന്നാൽ തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഇമ്മീഡിയറ്റ് റിസൾട്ട് നമുക്കുണ്ടാകും എന്നുള്ളൊരു കോൺഫിഡൻസ്. അപ്പോൾ ഇത്രത്തോളം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ആരെയാണ്? ദ ഇൻഡസ്ട്രിയൽ റിലേഷൻ കോൺസെപ്റ്റ്. ഒരു ഗുഡ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ബിറ്റ്വീൻ ദി എംപ്ലോയർ ആൻഡ് ദി എംപ്ലോയി വിത്ത് ദി ഇൻവോൾവ്മെൻറ്റ് ഓഫ് ട്രേഡ് യൂണിയൻസ്, conflicts management, grievance redressal, by giving proper motivation to the employees, by giving training and development for their career development also. എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോൾ ഒരാൾ ജോലിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അയാൾക്ക് വളരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഷ്യൂർ ഹി വിൽ സ്റ്റേ ദെയർ and he will contribute more to the organization എന്നുള്ളതാണ്. ഓക്കെ, and last one is personal management concept. സോ ഇവിടെ വരുന്നത് എന്താണെന്നുള്ളത് നോക്കാം. മാൻ പവർ പ്ലാനിങ്, procurement, recruitment, selection, training and development, etc. വേജസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ പേഴ്സണൽ മാനേജ്മെൻറ്റിലാണ് നമുക്കൊരു ടൈപ്പ് ഓഫ് ജോബിന് മാൻ പവർ പ്ലാനിങ് റിക്വയർമെൻ്റ് ഒക്കെ വരുന്നത്. ആൻഡ് ഹൗ യു ആർ ഡൂയിങ്, ഹൗ യു ആർ പ്രൊക്യൂറിങ് ദം, യുവർ റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ്, സെലക്ഷൻ മെത്തേഡ്, ഇതൊക്കെ ആവശ്യമുള്ളത്. നമുക്ക് ഓർഗനൈസേഷന് തോന്നുന്ന ആൾക്കാരനെ സെലക്ട് ചെയ്യുക എന്നുള്ളതല്ല, ദാറ്റ് ഈസ് ദെയർ. പക്ഷേ കൂടുതലും എലിജിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് വരണം. അതിനൊക്കെയാണ് ഇന്ന് PSC എക്സാമിനേഷൻസൊക്കെ നമുക്ക് ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. ദാറ്റ് ഈസ് പ്രോപ്പർ ചാനലിൽ കൂടെ പഠിച്ച ആൾക്കാർ പരീക്ഷ എഴുതി അത് ക്ലിയർ ചെയ്ത് അതിൻ്റെ എലിജിബിലിറ്റിയോട് കൂടിയിട്ട് വരട്ടെ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ ആൾക്കാരനെ സെലക്ട് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. നമ്മളും അവിടെ പല കാര്യങ്ങളൊക്കെ നമ്മളും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ ജോലി കിട്ടുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് പിറ്റേ ദിവസം തന്നെ റിട്ടയർ ആവേണ്ട സിറ്റുവേഷൻ ആവും. കാരണം അത്രയും വർഷം എടുത്തേക്കാം എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാളും വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാൻ പറ്റും. നമുക്ക് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹയർ സ്റ്റേജസിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. So prepare yourself for a good recruitment system. അപ്പോൾ ഓർഗനൈസേഷൻസ് അതെല്ലാം ഗവൺമെൻറ് സെക്ടേഴ്സിലൊക്കെ ജോലി സാധ്യതകളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് നമ്മളെ തന്നെ ഒരുക്കണം എന്നുള്ളതാണ്. പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ചോദിക്കുന്ന എലിജിബിലിറ്റി എന്താണോ അത് നമ്മളിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ മേഖലകളിലുമുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. അതിനനുസരിച്ച് ഓരോരുത്തരും തയ്യാറെടുക്കുക. അവരവരുടെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ബി പ്രിപ്പയർഡ് യുവർ സെൽഫ്. നമുക്കൊരു കാര്യം അപ്രോച്ച് ചെയ്യാനായിട്ട് നമുക്കൊരു ജോലിക്ക് ഒരു ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ first of all we should be eligible. So take necessary steps to make yourself eligible for the post എന്നുള്ള കാര്യങ്ങളാണ്. ക്ലിയർ? സോ ദീസ് ആർ ദി എവല്യൂഷൻ. അപ്പോൾ ഇങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തത്. ഇനീഷ്യലി ഒരു ഇൻട്രസ്റ്റും അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസും ഹ്യൂമൻ റിസോഴ്സിന് നമ്മൾ കൊടുത്തിരുന്നില്ല. പതുക്കെ ഓർഗനൈസേഷൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങി എന്ത് ഹ്യൂമൻ റിസോഴ്സാണ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് എന്നുള്ളത്. അതുകൊണ്ട് സാറ്റിസ്ഫൈ ദ ഹ്യൂമൻ ലേബർ ഫസ്റ്റ് ഓഫ് ഓൾ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ആദ്യം ഡെവലപ്പ്. ഫസ്റ്റ് തിങ് ഈസ് ഒരു തരത്തിലും ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. വന്നെങ്കിൽ വന്നോ, പോയെങ്കിൽ പൊക്കോ. പോയാലും ഇപ്പോൾ ഇത്ര വർഷം സർവീസ് ചെയ്ത് പോയാലും നോ അതർ ബെനിഫിറ്റ്സ് വാസ് ഗിവൻ ടു ദെം. ബട്ട് നൗ അങ്ങനെയല്ല. അവർക്ക് ജോലിയിൽ നിന്ന്
പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് അവർ റിസൈൻ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നാളത്തെ അവരുടെ സർവീസ് കൺസിഡർ ചെയ്ത് വി ആർ പേയിങ് സംതിങ്. ഇതൊക്കെ എവിടുന്ന് കിട്ടിയിട്ടുള്ളതാണ്? വിത്ത് ദി ഹെൽപ്പ് ഓഫ് ട്രേഡ് യൂണിയൻസിൽ നമ്മൾ നേടിയെടുത്തിട്ടുള്ള പല കാര്യങ്ങളാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ന്യായമായിട്ടുള്ളത് ഓർഗനൈസേഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളുടെയും ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. സോ വിച്ച് ഈസ് ബെറ്റർ ഫോർ ദി പീപ്പിൾ, പ്രൊവൈഡ് ദാറ്റ് എന്നുള്ളതാണ്. സോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ഫൈനലി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എവല്യൂഷനിലായിരിക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ക്ലിയർ? And then we are moving on to the approaches to human resource management. നമുക്ക് മെയിനായിട്ട് 4 approaches ആണ് വരുന്നത്. ഒന്ന് behavioral approach, and second one is scientific management approach, and third one is systems approach, and fourth one is human resource approach. 4 കാര്യങ്ങളാണ്. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. Approaches to HRM, behavioral approach, scientific management approach, systems approach, and fourth one is human resource approach. Okay, അപ്പോൾ ഇതിൽ വരുന്ന 4 കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം ഒരു ഹ്യൂമൻ റിസോഴ്സസിൻ്റെ വേ ഓഫ് അപ്രോച്ചസ്. ഓർഗനൈസേഷനിൽ പല രീതിയിലും പല അപ്രോച്ചസും ഡെവലപ്പ് ചെയ്യാറുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ബിഹേവിയറൽ അപ്രോച്ച് ആണെന്ന് വിചാരിക്കാം. വാട്ട് ഈസ് നോൺ ആസ് ബിഹേവിയർ? എന്താണ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരാൾ എങ്ങനെയാണ് ചില കാര്യങ്ങളോട് റിയാക്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ബിഹേവിയർ അല്ലേ? ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ how a person is reacted is known as behavior. ബിഹേവിയർ ഏതെന്ന് വേണമെന്നുണ്ടെങ്കിലും വരാം. ചില ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന രീതി, ചില ആൾക്കാർ സംസാരിക്കുന്ന രീതി, ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചെയ്യുന്ന രീതി. എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ബിഹേവിയർ? ബിഹേവിയർ ഈസ് ലേൺഡ്. ബിഹേവിയർ ഈസ് ലേൺഡ്. ഹൗ എ മദർ ഡു ഹർ ജോബ്, how a father do his activities at home is being watched by the child, and the child behave accordingly. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല ക്ലാസ്സിൽ, ഞാൻ സ്മോൾ ഇൻസിഡൻറ്റ്. ഒരു ഫാമിലി, ഒരു ഗുഡ് ഫാമിലി, ഫാദർ, മദർ ആൻഡ് എ ചൈൽഡ്. ഓക്കെ, അവർക്ക് വലിയ പൈസയൊന്നുമില്ല, കൂലിപ്പണിയാണ്, അച്ഛന് കൂലിപ്പണിയാണ്. അമ്മ ഹൗസ് വൈഫാണ്. അച്ഛൻ എന്ത് കൊണ്ടുവരുന്നു അതിനെ ബേസ് ചെയ്ത് അമ്മ വേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് ലേഡി ആൻഡ് ഗുഡ് ഹാർട്ടഡ് ലേഡി ഓൾസോ. സോ ആ കുട്ടിക്ക് കുറച്ച് കാര്യങ്ങൾ ആ കുട്ടിയുടെ അമ്മേനെ കുറിച്ചിട്ട് അറിയാം. ആ കുട്ടിക്ക് ഏകദേശം ഒരു 6 years, നോർമലി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു പ്രായം. ഓക്കെ, അപ്പോൾ അവരെ നാട്ടിൽ ഉത്സവം വന്നു. അപ്പോൾ ഉത്സവത്തിന് നിങ്ങൾക്കറിയാം, അവിടെ കുറേ കുട്ടികൾക്കൊക്കെ ഏറ്റവും പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം ഉത്സവങ്ങളുടെ ഇടയിലേക്ക് പോകാനാണ്. കാരണം അവിടെ കുറേ സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആ കുട്ടി അവൻ്റെ അച്ഛനോട് ചോദിച്ച ഒരു കാര്യം എന്താണെന്നുള്ളത് നോക്കാം. അതിൽ ചോദിച്ചു, അവൻ ഇങ്ങനെ നടന്നു, ഉത്സവപ്പറമ്പിൽ മുഴുവൻ അവൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് അവൻ നടന്നു. അവൻ നടന്നപ്പോൾ
അവൻ അവിടെ കുറേ കളിപ്പാട്ടങ്ങൾ കണ്ടു. അതിൽ അവന് ഏറ്റവും കൂടുതൽ അവനെ ആകർഷിച്ചത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അവിടെ ഒരു കടയിൽ ഒരു ട്രെയിൻ, ദാറ്റ് ഈസ് ഒരു ട്രാക്ക് സെറ്റ് ചെയ്ത്, ഒരു റൗണ്ടിൽ ഒരു ട്രാക്ക് സെറ്റ് ചെയ്ത് ദ ട്രെയിൻ വാസ് റണ്ണിങ് റൗണ്ട് ആൻഡ് റൗണ്ട്. ഓക്കെ, അത് അവന് ഭയങ്കര ഇഷ്ടമായി. കാരണം ഈ ക്രിക്കറ്റ് ബാറ്റും അതല്ലാതെ നിങ്ങൾ ടെന്നീസ് ബാറ്റും ഇതൊക്കെ അവൻ്റെ കയ്യിലുണ്ട്, എല്ലാം അവൻ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്, അവനൊന്നും നശിപ്പിക്കാറില്ല. അപ്പോൾ ഈ കുട്ടി എന്താ ചെയ്തതെന്നുണ്ടെങ്കിൽ, അവൻ്റെ അച്ഛനോട് ആകെ കൂടി ചോദിച്ചത് ആ ഒരു ട്രെയിനാണ് അവൻ ചോദിച്ചത്. അങ്ങനെ ഇവൻ വേറെ അധികമായിട്ട് വേറെ ഒരു കാര്യങ്ങളും അങ്ങനെ ആവശ്യപ്പെടാറില്ല. അപ്പോൾ അവൻ്റെ അച്ഛനും ഭയങ്കര സന്തോഷം, ആകെ കൂടി ഒരു കാര്യം മാത്രമല്ലേ ഈ കുട്ടി ചോദിച്ചിട്ടുള്ളൂ. അത് മേടിച്ചു കൊടുത്തു. അവരെത്രയും പെട്ടെന്ന് വീട്ടിലേക്ക്, ഉത്സവമൊക്കെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവന് തിരക്കായി വീട്ടിലേക്ക് വരാനായിട്ട്, കാരണം ട്രെയിൻ വെച്ച് കളിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് വേഗം തന്നെ അവൻ്റെ അച്ഛനും കൂടിയിട്ട് എന്ത് ചെയ്തു, ഈ ട്രാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ അവൻ്റെ അച്ഛനും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ട്രാക്കൊക്കെ സെറ്റ് ചെയ്തു. ദ ട്രെയിൻ സ്റ്റാർട്ടഡ് റണ്ണിങ് എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ട് ഭയങ്കര സന്തോഷമായിട്ട് ഇവനിങ്ങനെ ഓരോ സ്ഥലത്തും ഈ ട്രെയിൻ നിൽക്കുമ്പോൾ അവൻ സന്തോഷമായിട്ട് അവൻ വിളിച്ച് പറയുന്നത് ഇന്ന സ്ഥലത്ത് ട്രെയിൻ എത്തിയിട്ടുണ്ട്. അവൻ അനൗൺസ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ട്രെയിൻ ഇപ്പോൾ റീച്ച് ചെയ്യും, ആൾക്കാർ വേഗം റെഡി ആവുക, നിങ്ങൾ ഇന്ന സമയത്ത് ഇത് ട്രെയിൻ ലീവ് ചെയ്യും എന്നുള്ള അനൗൺസ്മെൻറ്റ്സ് ഹി വാസ് ഗിവിങ് ഓൾസോ. ഇതിനോടൊപ്പം തന്നെ അതും. അപ്പോൾ ഇവൻ്റെ കളിയും തമാശയൊക്കെ കണ്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ട്രെയിൻ ട്രാക്ക് ചെറുതായിട്ട് എന്തോ ഒരു ഡീറെയിൽ സംഭവിച്ചു. അവൻ്റെ ട്രെയിൻ അവിടെ മറിഞ്ഞു വീണു. അപ്പോൾ മൊത്തം ബോഗീസൊക്കെ എല്ലാം പിടിവിട്ടുപോയി. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, അതൊക്കെ ശരിയാക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഇത് എങ്ങനെയാണ് ഈ ഡീറെയിലിംഗ് സംഭവിച്ചതെന്നുള്ളതെന്നുണ്ടെങ്കിൽ, അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി, ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി നന്നായിട്ട് ആൽക്കഹോൾ കൺസംഷൻ എടുക്കുന്നൊരു വ്യക്തിയാണ്, ഒരു ആൽക്കഹോളിക്കാണ്. ഈ കുട്ടിയുടെ അച്ഛൻ ആൽക്കഹോളിക്കാണ്. പക്ഷേ നോൺ ആൽക്കഹോളിക് സമയമുണ്ട് അല്ലേ. അപ്പോൾ ഇയാൾ ജോലിക്ക് പോയി വന്ന് ആ കുറച്ച് നേരം നോൺ ആൽക്കഹോളിക്കായിട്ടിരിക്കുന്ന സമയം ഒരു ക്യാരക്ടറും, ആൽക്കഹോളിക്കായിട്ടുള്ള ഒരു സമയത്ത് മറ്റൊരു ബിഹേവിയറാണ് ഈ വ്യക്തിക്ക് വരുന്നത്. 2 ടൈപ്പ് ഓഫ് ബിഹേവിയറാണ്. സോ വെൻ the father is in non-alcoholic stage and in alcoholic stage. അപ്പോൾ ഈ ആൽക്കഹോളിക് സ്റ്റേജാണ് ഈ മകൻ ഏറ്റവും കൂടുതൽ കണ്ട് വളർന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡീറെയിൽ സംഭവിക്കാനും ഉണ്ടായിട്ടുള്ള ഒരു റീസൺ അതാണ്. കുടിച്ച് ബോധമില്ലാണ്ട് കുട്ടി കളിക്കുന്നിടത്തേക്ക് ഇങ്ങനെ കടന്നു വരികയും കാല് തട്ടി എല്ലാം മറിഞ്ഞ്, എല്ലാ കാര്യങ്ങളും ട്രെയിൻ മറിഞ്ഞ് അവൻ്റെ കളിയുടെ ഇതും എല്ലാ കാര്യങ്ങളും അവിടെ ഡിസ്ലൊക്കേറ്റ് ആയി എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ആ കുട്ടി ഭയങ്കര കരച്ചിലായി, ഭയങ്കര കരച്ചിലും ബഹളം. അപ്പോൾ അവൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് അവൻ്റെ അച്ഛൻ എന്ത് ചെയ്തു, വീണ്ടും കുത്തിയിരുന്ന് ആ മകൻ, ദാറ്റ് ഈസ് വീണ്ടും ഈ അച്ഛൻ എന്ത് ചെയ്തു, സെറ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ മകൻ യൂസ് ചെയ്ത വേർഡ്സ് ഉണ്ട്. ഈ മകൻ ഇതിൻ്റെ ഇടയിൽ യൂസ് ചെയ്ത വേർഡ്സ് ഉണ്ട്. ദാറ്റ് വാസ് എന്താ പറയുക, അൺപാർലമെൻ്ററി. നമുക്കിവിടെ ക്ലാസ്സിൽ പറയാൻ പറ്റില്ല. അത്രയും മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവൻ ഈ ട്രെയിൻ യാത്ര തടസ്സപ്പെട്ടതിനെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ അവിടുന്ന് ഈ അച്ഛൻ, അപ്പോഴാണ് അച്ഛനൊന്ന് സ്ട്രൈക്കായത്. ദാറ്റ് ഈസ്, എന്താണ് ഈ മകൻ പറയുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇത് കേട്ടോട് കൂടിയിട്ട് അച്ഛൻ കഴിച്ച ഇതിൻ്റെ ലഹരിയൊക്കെ പോയി വിട്ടു. അച്ഛൻ വേഗം അമ്മേനെ വിളിച്ചു. എന്താണ് ഈ മകൻ പറയുന്നത്, നമ്മുടെ മോൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത് എന്നുള്ളത് ചോദിച്ചു. അപ്പോഴാണ് അമ്മ പറഞ്ഞ സത്യം, ദാറ്റ് ഈസ്, അവൻ നിങ്ങളെ കണ്ടാണ് പഠിച്ചിട്ടുള്ളത്. സോ വിച്ച് ലാംഗ്വേജ് യു വർ യൂസിങ് വെൻ യു വർ ഡ്രങ്ക്, അതാണ് അവൻ്റെ മൈൻഡിൽ കയറിയിട്ടുള്ളത്. അതോടുകൂടിയിട്ട് നല്ലവനായ അച്ഛൻ എന്ത് ചെയ്തു, കുടി അങ്ങോട്ട് നിർത്തി. കാരണം
മകൻ്റെ ഭാവിയിൽ ചിന്തയുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അവൻ ഉപയോഗിച്ച വാക്കുകൾ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ. ഈ 6 വയസ്സുകാരൻ്റെ നാവിൽ അത് വരണമെന്നുണ്ടെങ്കിൽ that was the behavior seen in a drunkard. So ബിഹേവിയറിനെ പല കാര്യങ്ങളും പഠിക്കാനായിട്ട് സാധിക്കും. Can be learned from those things. ഇനി ചില ബിഹേവിയേഴ്സ്, ചില ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ചില അറ്റ്മോസ്ഫിയർ നമുക്ക് എത്ര തന്നെ ചെയ്താലും നമുക്ക് ചിലപ്പോൾ ഇത് പഠിക്കാനായിട്ട് പറ്റില്ല. ദാറ്റ് ആർ നോൺ ആസ് അൺലേൺഡ് ബിഹേവിയർ. അപ്പോൾ ബിഹേവിയർ എന്ന് പറയുന്നത് മേ ബി ലേൺഡ് ഓർ ഇറ്റ് മേ ബി അൺലേൺഡ്, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വരാം. അപ്പം നമുക്കത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അൺലേൺഡ്. ചില സാഹചര്യങ്ങളായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അൺലേൺഡ് ബിഹേവിയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത് നോ എ പേഴ്സൺ, ആ വ്യക്തി ഓരോ സിറ്റുവേഷൻസിലും ഹൗ ഹീ റിയാക്ട്സ്. അതിനാണ് ഓർഗനൈസേഷനിൽ ടാർഗറ്റ് കൊടുക്കുന്നത്. എംപ്ലോയീസിന് ചെറിയ ചെറിയ ടാർഗറ്റ് കൊടുക്കുന്നത്. ഹൗ ഹീ റിയാക്ട്സ് വിത്ത് ദോസ് ടാർഗറ്റ്സ്, ഹൗ ഹീ വർക്ക്സ്, ഹൗ ഹീ പ്ലാൻ ഹിസ് വർക്ക് എന്നുള്ളതും കൂടിയാണ്. ആ ടാർഗറ്റിലേക്ക് എത്താനായിട്ട് എങ്ങനെയാണ് അവൻ പ്ലാൻ ചെയ്യുന്നത്, ദാറ്റ് കൗണ്ട്സ് മോർ. ഓക്കെ, അപ്പോൾ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മനസ്സിലാക്കി ആ വ്യക്തിയുടെ കഴിവനുസരിച്ച് അയാൾക്ക് ജോലികൾ നമ്മൾ പ്ലാൻ ചെയ്യുക, അലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബിഹേവിയറിനാണ്. അയാളെ എന്ത് കൊടുത്താലാണ് അയാളിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? നമ്മൾ എന്ത് പറയുമ്പോഴാണ് അയാൾ ഡീമോട്ടിവേറ്റ് ആവുന്നത്? അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ ഒരാളിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാനല്ല ഒരു ഓർഗനൈസേഷനോ മാനേജ്മെൻറ്റോ ശ്രമിക്കേണ്ടത്. അവർ ചെയ്യേണ്ടത് എന്താണ്? മോട്ടിവേറ്റ് ദി എംപ്ലോയി അക്കോർഡിംഗ് ടു ദ ബിഹേവിയർ. സോ വാട്ട് മേക്സ് ദം മോട്ടിവേറ്റ്, അത് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ഡൺ ഇനീഷ്യലി ഇൻ ദി നമ്മുടെ പ്രൊബേഷണറി പീരിയഡിൽ ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഇനീഷ്യലി ഒരു പേഴ്സൺ ഒരു ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യുമ്പോൾ ടെമ്പററി പീരിയഡ് ആയിരിക്കും, പ്രൊബേഷൻ പീരിയഡ് ആയിരിക്കും. സോ ഇൻ ദാറ്റ് പീരിയഡ് ദിസ് പേഴ്സൺ ഈസ് ഒബ്സർവ്ഡ് ഹൗ ഹീ റിയാക്ട്സ് ടു സിറ്റുവേഷൻസ്, വാട്ട് മോട്ടിവേറ്റ്സ് ഹിം, വാട്ട് ഡീമോട്ടിവേറ്റ്സ് ഹിം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് പ്രൊബേഷണറി പീരിയഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞേ ഒരു പേഴ്സൺ അവർ പെർമനൻ്റ് ആക്കുള്ളൂ. ഇഫ് ദി മാനേജ്മെൻറ്റ് ആർ സാറ്റിസ്ഫൈഡ്, ദാറ്റ് ഹാസ് ടു ബി അണ്ടർലൈൻഡ്. മാനേജ്മെൻറ്റ് അവരുടെ പ്രവർത്തനങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ പേഴ്സണിനെ പെർമനൻ്റ് ആക്കുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഫോർ വാലിഡ് റീസൺസ്, ഫോർ സ്പെസിഫൈഡ് റീസൺസ് ദേ മേ ഫയർ ദി പേഴ്സൺ എന്നുള്ളതാണ്. ഓക്കെ, ഇനി വർക്കിംഗ് കണ്ടീഷൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ, കോമ്പൻസേഷൻ, ഇൻസെൻറ്റീവ്സ്, മോട്ടിവേഷൻ, ഇതിൽ ഏത് ഫാക്ടറാണ് ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ നമുക്ക് ഓർഗനൈസേഷനിൽ നിർത്താനായിട്ട് സാധിക്കുക എന്നുള്ളത്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. മാക്സിമം വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, വർക്കിംഗ് എൻവയൺമെൻറ്റ്, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്ത് ഓരോ വ്യക്തിയും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. ബിക്കോസ് that is organization or the management is motivating the employee according to the behavior of the employee. That is the prime most importance given to them. So any organization can follow any of these approaches. So if the organization decide to follow the behavioral approach, then that organization will give more importance to the behavior of the employees, the behavior pattern, the motivating pattern. Based on that, they motivate their employees. Okay, and the second thing is scientific management approach. Here
the management thinks economically. അതായത് നമുക്കൊരു ആളിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാളിനെ മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഹൗ ടു യൂസ് എ പേഴ്സൺ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എഫിഷ്യൻ്റ്ലി ഇൻ ഇറ്റ്സ് ഫുള്ളസ്റ്റ്. മാക്സിമം ഒരു വ്യക്തിനെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദാറ്റ് ഹാസ് ബീൻ ഗിവൻ ബൈ F.W. Taylor, ദി ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. Okay, the jobs are analyzed scientifically to study their contents, tasks and functions. The employee selected for the job should be physically and mentally fit for carrying out these jobs. ഫിസിക്കൽ ഫിറ്റ് മാത്രം നമുക്ക് പോരാ, ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ കഴിവുകൾ വേണ്ടി വരും, ചിലപ്പോൾ ചില ഐഡിയാസ് യൂസ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് പേഴ്സൺ ഹാസ് ടു ബി മെൻ്റലി ഫിറ്റ് എന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരിനെ യൂസ് ചെയ്യാവുന്ന മേഖലകളുണ്ട്, അവരിനെ ആ ഒരു രീതിയിലാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, when a person is physically and mentally fit for the job, അതിലേക്ക് എത്തിക്കാനായിട്ട് സോ ഫസ്റ്റ് തിങ് ഇസ് അവരിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എഫിഷ്യൻ്റ്ലി ആൻഡ് ഇക്കണോമിക്കലി ഒരു പേഴ്സണിനെ നമുക്ക് എങ്ങനെ ഒരു ഓർഗനൈസേഷനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയണത്. വർക്കേഴ്സ് ഷുഡ് ബി സൂട്ടബിളി റിവാർഡഡ് വിത്ത് ഇൻസെൻറ്റീവ്സ് ആൻഡ് റിവാർഡ്സ്. അവർ ചെയ്യുന്ന ജോലികൾക്കനുസരിച്ച്, അവർ ഏറ്റെടുക്കുന്ന ചലഞ്ചസിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ച് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന മോട്ടിവേഷൻസ്, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, ഇൻസെൻറ്റീവ്സ്, ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഡീമോട്ടിവേറ്റ് ദി എംപ്ലോയീസ്. ഞാനിപ്പോൾ ഇത് എന്തിന് എത്രമാത്രം കഷ്ടപ്പെട്ട് ചെയ്യണം, നോ വൺ ഇസ് റെക്കഗ്നൈസിങ് മീ, ദാറ്റ് വിൽ ബി ദ തോട്ട് ഓഫ് ദി എംപ്ലോയി. അങ്ങനെ ഒരു ചിന്തയ്ക്ക് നമ്മൾ ഒരിക്കലും സ്ഥാനം കൊടുക്കരുത്. ദാറ്റ് ഈസ് ഈച്ച് ആൻഡ് എവറി ജോബ് ഇൻ ദി ഓർഗനൈസേഷൻ ഇസ് കൗണ്ടഡ്. നമ്മളെല്ലാം അറിയുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, നമ്മൾ എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ ആ പേഴ്സണിനെ കൃത്യമായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ആൻഡ് ദെൻ തേർഡ് വൺ ഇസ് സിസ്റ്റം അപ്രോച്ച്. What do you mean by system approach? According to this approach, HRM is regarded as a major system which consists of a number of subsystems. Every function is considered as a subsystem like HR planning, recruitment, selection. That is, ഒരു സിസ്റ്റം ഒരു ഓർഗനൈസേഷനിലുണ്ട്. അപ്പോൾ ഓരോ സിസ്റ്റംസും ഇറ്റ് ഈസ് ഇൻ്റർ റിലേറ്റഡ്, അല്ലെങ്കിൽ വൺ ആഫ്റ്റർ ദി അനദർ. ഒരു ഓർഗനൈസേഷനാണ്, അതിലേക്ക് ഇത്ര നമ്പർ ഓഫ് മാൻ പവർ ഇസ് റിക്വയർഡ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഇസ് റിക്രൂട്ട്മെൻറ്റ്, ഹൗ വി ആർ ഗോയിങ് ടു റിക്രൂട്ട് ദം. Third one, how we are going to select, the selection process. And fourth one, how we are going to provide the training to the selected persons. അങ്ങനെ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ യൂസ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ഇൻ എ ഓർഗനൈസ്ഡ് മാനർ. അപ്പോൾ ഇവർക്ക് കൊടുക്കേണ്ട പല കാര്യങ്ങളും, ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും വൺ ആഫ്റ്റർ ദി അനദർ ഒരു ചെയിൻ പ്രോസസ്സാണ്. അതൊരു ഓർഗനൈസ്ഡ് മാനറിൽ തന്നെ ചെയ്തു പോകും. ഒരു സിസ്റ്റമാണ്, ഒരു ഓർഗനൈസേഷൻ്റെ സിസ്റ്റമാണ്. ആദ്യം തന്നെ എത്രയാണ് മാൻ പവർ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എത്ര റിക്വയർമെൻറ്റ് ഓഫ് മാൻ പവർ ഇസ് ദേ. സെക്കൻഡ് തിങ് ഇസ് നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ്. അങ്ങനെ സെലക്ട് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ്.
ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ, അതിന് നിങ്ങൾ കൊടുക്കുന്ന കോമ്പൻസേഷൻ, ആൻഡ് at the time of termination what are the benefits you are going to provide them. ഇതടക്കം നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ടിരുന്നാൽ മാത്രമാണ് സ്റ്റേജ് ആഫ്റ്റർ ദി സ്റ്റേജ് ഒരു കുഴപ്പമില്ലാതെ നമുക്കൊരു സീക്വൻസിൽ നമുക്കത് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ കൺഫ്യൂഷൻ. സോ ഒരു ഓർഗനൈസേഷനിലും എന്തുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്, അതനുസരിച്ച് അത് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളൊരു രീതി. Okay, that system is known as system approach. And fourth one is human resource approach. Human resource approach എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞ ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ആണ്. That is, human resource are considered as the most valuable assets, the most valuable investment in the organization. നമ്മളൊരു മിഷനറി പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും we are giving more importance to the human resource. കാരണം ഓരോ ജോബിനും ഓരോ സ്കില്ലുള്ള പേഴ്സൺ വരണമെന്നുണ്ടെങ്കിൽ that much of sureness ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവരെ ഹയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, which take the organization to its highest. ഓക്കെ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഓരോ ഫെസിലിറ്റീസും the way of satisfaction the organization provide to the human resource എന്നുള്ളതാണ്. അപ്പോൾ ഏത് അപ്രോച്ച് വേണമെന്നുണ്ടെങ്കിലും ഒരു ഓർഗനൈസേഷന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, either the behavioral approach or the scientific management approach or the system approach or the human resource approach. The thing is how much importance you are giving to the human resource of the organization, how far you provide the working conditions, how far you make your human resource satisfied in the organization. That will reduce the labor turnover, that will help you to retain the best employee in the organization forever എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കതൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ ദാറ്റ് ഈസ് എവല്യൂഷനും അതേപോലെ തന്നെ നമ്മുടെ അപ്രോച്ചസും. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് പേഴ്സണൽ മാനേജ്മെൻറ്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആൻഡ് വാട്ട് ആർ ദ ചാലഞ്ചസ് ഓഫ് HRM എന്നുള്ളതും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, so until then, see you. Thank you.